തിയറത്തിന്റെ പ്രൂഫിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഈ പ്രൂഫിലെ വീഡിയോ മാത്രം കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. പ്രൂഫ് നിങ്ങൾ പഠിക്കണമെങ്കിൽ ഇതിന്റെ തൊട്ട് മുന്നിലെ വീഡിയോയിൽ ടൈലേഴ്സ് തിയറം എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ പ്രൂഫ് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ടൈലേഴ്സ് തിയറത്തിൽ നമുക്ക് ആകെ പ്രൂവ് ചെയ്യാനുള്ളത് ഈ ഒരു കാര്യമാണ്. എഫ് ഓഫ് ബീറ്റ ഇസ് ഈക്വൽ ടു പി ഓഫ് ബീറ്റ പ്ലസ് എഫ് എൻ ഓഫ് എക്സ് ബൈ എൻ ഫാക്ടോറിയൽ. എഫ് എൻ ഓഫ് എക്സ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു ബീറ്റ മൈനസ് ആൽഫ ഹോൾ റേഷ്യോ. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നിങ്ങൾ ഇക്വേഷൻ 2 ഇവിടെ കാണുന്ന ഇക്വേഷൻ 2 ആണ് പ്രൂവ് ചെയ്യാനുള്ളത്. അത് മനസ്സിലാക്കുക. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഈ എഫ് ഓഫ് ബീറ്റയെ നമ്മൾ എങ്ങനെ എഴുതും? ജസ്റ്റ് ഇങ്ങനെ എഴുതുക. ഇങ്ങനെ എഴുതുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ കാണുന്ന ഈ ഒരു ടേമിലെ അതായത് എഫ് എൻ ഓഫ് എക്സ് ബൈ എൻ ഫാക്ടോറിയൽ എന്നുള്ളതിന് പകരം എം എന്ന് കൊടുത്തിട്ട് ആ ഇക്വേഷൻ നിങ്ങൾ എഴുതുക. ഇക്വേഷൻ 3 അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? എം ഇസ് ഈക്വൽ ടു എഫ് എൻ ഓഫ് എക്സ് ബൈ എൻ ഫാക്ടോറിയൽ എന്ന് പ്രൂവ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇക്വേഷൻ 3 നിങ്ങൾ നോക്കുക. ഇവിടെ എം ഇസ് ഈക്വൽ ടു ഇതാണെന്ന് പ്രൂവ് ചെയ്താൽ നമ്മൾ ഇക്വേഷൻ 2 ആണെന്ന് കിട്ടിയില്ലേ? ഓക്കെ, സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇക്വേഷൻ 2 ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഈ ഇക്വേഷനിൽ ഈ ഒരാളെ നമ്മൾ എം എന്ന് വിളിച്ചിട്ട് പുതിയൊരു ഇക്വേഷൻ 3 എഴുതുക. എന്നിട്ട് പറയാം വി ഹാവ് ടു പ്രൂവ് എം ഇസ് ഈക്വൽ ടു എഫ് എൻ ഓഫ് എക്സ് ബൈ എൻ ഫാക്ടോറിയൽ എന്നുള്ളത്. ഓക്കെ, സോ ഇനി നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ജി ഓഫ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എങ്ങനെ ജി ഓഫ് ടി കിട്ടുമെന്ന് ഞാൻ പറയാം. ഇക്വേഷൻ 3 നമ്മൾ നോക്കുക. അപ്പോൾ ഇക്വേഷൻ 3 നമ്മൾ എഴുതിയില്ലേ എഫ് ഓഫ് ബീറ്റ എന്ന് പറഞ്ഞിട്ട്. അവിടെ ഈ എഫ് ഓഫ് ബീറ്റയിൽ നിങ്ങൾ ആദ്യം ബീറ്റ എന്ന് മാറ്റിയിട്ട് വേരിയബിൾ ടി എന്ന് കൊടുക്കുക. ബീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിക്സഡ് വാല്യൂ ആണ്. അതിന് പകരം ടി എന്ന് കൊടുക്കുക. ടി എന്ന് കൊടുത്തതിന് ഇവിടെ എല്ലാവരും ഒരു സൈഡിലേക്ക് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് ടി മൈനസ് പി ഓഫ് ടി പ്ലസ് എം ഓഫ് ടി മൈനസ് ആൽഫ ഹോൾ റേഷ്യോ n. അതിനെയാണ് നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ജി ഓഫ് ടി ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ജി എഫ് ടി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എഴുതി. ഇനി ജിയുടെ കുറച്ച് പ്രോപ്പർട്ടീസ് ഞാൻ പറയാം. ജിയിൽ ടിക്ക് പകരം നിങ്ങൾ ബീറ്റ എന്ന് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ടിക്ക് പകരം ബീറ്റ എന്ന് കൊടുത്താൽ എഫ് ഓഫ് ബീറ്റ മൈനസ് പി എഫ് ബീറ്റ മൈനസ് ദിസ് വൺ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരെയും ഇക്വേഷൻ 3 എല്ലാവരെയും ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാലുള്ളതാണ് ജി ഓഫ് ബീറ്റയുടെ വാല്യൂ. അപ്പോൾ അത് 0 അല്ലേ? ഇക്വേഷൻ 3 നോക്കും. ഇവിടെ എല്ലാവരും ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഇത് ഈക്വൽ ടു 0 കിട്ടില്ലേ? സോ ജി ഓഫ് ബീറ്റ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ചെയ്തത് ആദ്യം എഫ് ഓഫ് ബീറ്റയുടെ വാല്യൂ എഴുതി. അവിടെ ആ കോയിഫിഷ്യൻറ്റിനെ ക്യാപിറ്റൽ എം എന്നാക്കി. എഫ് ഓഫ് ബീറ്റയിൽ നിന്ന് ബീറ്റയ്ക്ക് ടി എന്ന് കൊടുത്തു. ഈ ഇക്വേഷനിലുള്ള എല്ലാവരെയും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അതിനെ ജി എഫ് ടി എന്ന് വിളിച്ചു. ഇനി ജി ഓഫ് ടിയിൽ നമ്മളൊരു പ്രോപ്പർട്ടി ഉണ്ട്. ജി ഓഫ് ബീറ്റയുടെ വാല്യൂ എന്താ വരിക? ജി ഓഫ് ബീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഈ ഇക്വേഷൻ 3 നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജി ഓഫ് ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിലുള്ള എല്ലാവരും നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നല്ലേ. അപ്പോൾ ജി ഓഫ് ബീറ്റ 0 ആയിരിക്കും. ഇനി ജിയുടെ വേറെ ഒരു പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. അതെന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങളുടെ ജി എഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് ടി മൈനസ് പി എഫ് ടി മൈനസ് എം ഇൻറ്റു ടി മൈനസ് ആൽഫ ഹോൾ റേഷ്യോ n. അപ്പോൾ ജി ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ നമ്മൾ ആൽഫ എന്ന് കൊടുത്തു. ജി എഫ് ടിയിൽ ടിക്ക് പകരം ആൽഫ എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ ടിക്ക് പകരം ആൽഫ എന്ന് കൊടുത്താൽ ഇവിടെ നിങ്ങൾ നോക്ക് ടി മൈനസ് ആൽഫ 0 ആയില്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ടേം കംപ്ലീറ്റ്ലി 0 ആയി മാറിയില്ലേ? അത് 0 ആയി. ബാക്കിയുള്ളത് എന്താ? ജി ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ മൈനസ് പി ഓഫ് ആൽഫ. പക്ഷേ എഫ് ഓഫ് ആൽഫയും പി ഓഫ് ആൽഫയും നമ്മൾ നിങ്ങൾ ആ തിയറത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പി ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് ആൽഫയും പി ഓഫ് ആൽഫയും ഈക്വൽ ആവുന്ന രീതിയിൽ. അപ്പോൾ എഫ് ഓഫ് ആൽഫ മൈനസ് പി ഓഫ് ആൽഫ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ജി ഓഫ് ആൽഫയുടെ വാല്യൂ എന്താണ്? 0 ആണ്. ഇനി ജി ഡാഷ് ഓഫ് ആൽഫ നിങ്ങൾ ഇതേപോലെ ഫൈൻഡ് ചെയ്ത് നോക്കുക. ജി ഡാഷ് ഓഫ് ആൽഫ ഫൈൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാം? ഇവിടെ ഈ ടേംസ് എല്ലാം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആൽഫയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എം ഇൻറ്റു ടി മൈനസ് ആൽഫ ഹോൾ റേഷ്യോ n എന്ന് പറഞ്ഞ ടേമിൽ നമ്മൾ ഇതിനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇവിടെ ടി മൈനസ് ആൽഫ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ടിക്ക് പകരം ആൽഫ എന്ന് കൊടുത്താൽ ഈ ടേം എന്തായാലും പോകും. അപ്പോൾ ഈ എം ഉള്ള ടേം എഗെയിൻ പോയി. ബാക്കിയുള്ളത് എന്താ വരിക? ജി ഡാഷ് ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ജി ഡാഷ് ഓഫ് ആൽഫ ഫൈൻഡ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞാൽ ചെറിയൊരു തെറ്റ് പറ്റി. നമ്മൾ ജി ഡാഷ് ഓഫ് ആൽഫ ഫൈൻഡ് ചെയ്യുമ്പോൾ ആദ്യം ജി ഡാഷ് ഓഫ് ടി ഫൈൻഡ് ചെയ്യും. ജി ഡാഷ് ഓഫ് ടി ഫൈൻഡ് ചെയ്തിട്ട് ടിക്ക് പകരം ആൽഫ എന്ന് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ജി ഡാഷ് ഓഫ് ടി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ചെയ്ത് നോക്കുക. എന്താ വരിക? ജി ഡാഷ് ഓഫ് ടി എഫ് ഡാഷ് ഓഫ് ടി മൈനസ് പി ഡാഷ് ഓഫ് ടി മൈനസ് എം ഇൻറ്റു എൻ ടി മൈനസ് ആൽഫ ഹോൾ റേഷ്യോ n മൈനസ് 1. അപ്പോൾ അവിടെയും ടി മൈനസ് ആൽഫയുടെ ഒരു ടേം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ടി സികളുടെ ആൽഫ എന്ന് കൊടുത്താൽ ആ ടേം 0 ആയി മാറുന്നത് കാണാം. ബാക്കിയുള്ളത് എന്താ വരിക എന്ന് വെച്ചാൽ ജി ഡാഷ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് ആൽഫ മൈനസ് പി ഡാഷ് ഓഫ് ആൽഫ. നമ്മൾ എഫ് ഡാഷ് ഓഫ് ആൽഫയും പി ഡാഷ് ഓഫ് ആൽഫയും സെയിം ആകുന്ന രീതിയിലാണ് പി ഡാഷ് ഓഫ് പി എ നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ അത് രണ്ടും സെയിം ആണ് എന്ന് പറഞ്ഞാൽ ഇതെന്തായി മാറും? 0 ആയി മാറും. അപ്പോൾ നമ്മൾ ജി ഓഫ് ആൽഫ 0 ആണ്. സിമിലർലി ജി ഡാഷ് ഓഫ് ആൽഫ 0 ആയിരിക്കും. ജി ഡബിൾ ഡാഷ് ഓഫ് ആൽഫയും ഇതേപോലെ നിങ്ങൾ ചെയ്താൽ 0 എന്ന് കിട്ടും. അങ്ങനെ ഏത് വരെ കിട്ടുമെന്ന് വെച്ചാൽ ജി റേസ് n മൈനസ് 1 ഓഫ് ആൽഫ വരെ നിങ്ങൾ ഇതേപോലെ ചെയ്താൽ 0 കിട്ടും. കാരണം ഇതിന്റെ n മൈനസ് 1 ഡെറിവേറ്റീവ് നിങ്ങൾ ഈ ടേമിന്റെ എടുക്കുമ്പോൾ അവിടെ ഒരു ടി മൈനസ് ആൽഫ ഉണ്ടാവും. n മൈനസ് 1 ഡെറിവേറ്റീവ് വരെ. അപ്പോൾ നമ്മൾ അത് കൊടുത്താൽ 0 എന്നായി മാറി. ബാക്കിയുള്ളത് ഇവർ രണ്ടുപേരും സെയിം ആവും. അങ്ങനെ അത് 0 ആവുകയാണ് ചെയ്യാം. അപ്പം ഈ ടി മൈനസ് nth ഡെറിവേറ്റീവ് പക്ഷേ 0 ആവുന്നില്ല. കാരണം അവിടെ ഈ ടി മൈനസ് ആൽഫയുടെ ടേം ഉണ്ടാകില്ല. അപ്പോൾ nth ഡെറിവേറ്റീവ് വരെയുള്ള ആൾക്കാർ ഇതേപോലെ 0 ആയിരിക്കും. അപ്പോൾ ജിയുടെ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ജി ഓഫ് ആൽഫ ജി ഡാഷ് ഓഫ് ആൽഫ എക്സെട്രാ അപ് ടു ജി റേസ് n മൈനസ് 1 ഓഫ് ആൽഫ വരെയുള്ളവർ 0 ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മൾ പ്രൂഫിൽ ഇതുവരെ ചെയ്തത്. ഇനി നമ്മളെ എയിം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ എം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ ആർക്ക് പകരമാണ് എം എന്ന് കൊടുത്തത്? ഈ ആൾക്ക് പകരമാണ് നമ്മൾ എം എന്ന് കൊടുത്തത് അല്ലേ? അപ്പം എമ്മിൻ്റെ വാല്യൂ ഇതാണ് എന്ന് കാണിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് കാണിച്ചാൽ മതി? നിങ്ങളിത് നോക്കുക.
ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇതല്ലേ അല്ലേ, ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇതാണ്. ജി റേസ് ടു എൻ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ വരിക, എഫ് റേസ് ടു എൻ ഓഫ് ടി അല്ലേ, nth ഡെറിവേറ്റീവ് എടുത്തു, അപ്പോൾ എഫ് റേസ് ടു എൻ ഓഫ് ടി. പി ഓഫ് ടി എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n-1 ആണ്. അപ്പോൾ നിങ്ങൾ പോളിനോമിയൽ ഓഫ് 2 വെറുതെ ഒരു പോളിനോമിയൽ ഓഫ് 2 എടുക്കുക, അതിനെ 3 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് 0 എന്ന് കിട്ടും. അതുപോലെ n-1 ഡിഗ്രിയുള്ള ഏത് പോളിനോമിയലിനെയും നിങ്ങൾ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്തായി മാറും, അത് 0 എന്നായി മാറും. കാരണം ഓരോ തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിഗ്രി കുറഞ്ഞ് വരും, എന്നിട്ട് ലാസ്റ്റ് എന്തായി മാറും, 0 എന്നായി മാറും. അപ്പോൾ പി ഓഫ് ടി പോളിനോമിയൽ ഓഫ് ഡിഗ്രി n-1 ആയതുകൊണ്ട് അതിന്റെ nth ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ gn of t ഫൈൻഡ് ചെയ്യുമ്പോൾ ആദ്യം f റേസ് ടു fn of t കിട്ടി, ഇതിന്റെ ഡെറിവേറ്റീവ് 0 ആയി. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ് എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക, നിങ്ങൾ ഇതിനെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആദ്യം നമുക്ക് n × d - ആൽഫ ഹോൾ റേസ് ടു n-1 എന്ന് വരും. അതിന് ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് വരും, n × n-1 × d - ആൽഫ ഹോൾ റേസ് ടു n-2 എന്ന് വരും. അങ്ങനെ നിങ്ങൾ വേണമെങ്കിൽ ചുമ്മാ ഒന്ന് എഴുതി നോക്കുക. ഈ ടേമിനെ നമ്മൾ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, ആ m കോൺസ്റ്റന്റ് ആണ്, m അതുപോലെ വരും. ഇതിനെ n ടൈംസ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ n ഫാക്ടോറിയൽ എന്ന് വരും. അപ്പം gn of t എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ എമ്മിൻ്റെ വാല്യൂ ഇതാണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. m = fn of x by n ഫാക്ടോറിയൽ. അപ്പോൾ അത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി, gn of x 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ പോരെ അല്ലേ. gn of x 0 ആണെങ്കിൽ ഇതെന്തായി, fn of t മൈനസ് n ഫാക്ടോറിയൽ ഇൻറ്റു m 0 ആയി. അവിടെ നിന്ന് എന്ത് വരും, fn of x = n ഫാക്ടോറിയൽ ഇൻറ്റു m എന്ന് വരും. അവിടെ നമുക്ക് എന്ത് കിട്ടും, fn of x by n ഫാക്ടോറിയൽ m എന്ന് കിട്ടും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ.